നമസ്കാരം. +1 അഡ്മിഷൻ തന്നെയാണ് വീണ്ടും. ട്രാൻസ്ഫർ കാത്തിരിക്കുന്നവർക്ക് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടാണോ സപ്ലിമെന്ററി, അല്ലെ സപ്ലിമെന്ററി കഴിഞ്ഞാണോ ട്രാൻസ്ഫർ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ജൂൺ 3-ാം തീയതി, ഇന്ന് 4-ാം തീയതിയോടുകൂടി എല്ലാവിധ മെറിറ്റ് അലോട്ട്മെന്റുകളും അവസാനിക്കുകയാണ്. മുഖ്യഘട്ടത്തിലെ 3-ാമത്തെ അലോട്ട്മെന്റിന്റെ പ്രവേശനം ജൂലൈ 4-ാം തീയതി അവസാനിക്കുകയാണ്. ജൂലൈ 2-ാം തീയതിയും 3-ാം തീയതിയോടും കൂടി മാനേജ്മെന്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടയുടെ മുഖ്യ അലോട്ട്മെന്റുകൾ കഴിഞ്ഞു. ഇനി സപ്ലിമെന്ററിക്കുള്ള സമയമാണ്. സപ്ലിമെന്ററിയിൽ ജനറൽ മെറിറ്റിലേക്കുള്ള സപ്ലിമെന്ററി ഒഴികെ ബാക്കി എല്ലാ സപ്ലിമെന്ററികളും, അതായത് കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെന്ററി, മാനേജ്മെന്റ് കോട്ട സപ്ലിമെന്ററി, സ്പോർട്സ് കോട്ട സപ്ലിമെന്ററി ആരംഭിച്ചു കഴിഞ്ഞു. ഈ സപ്ലിമെന്ററിയിലേക്ക് 3 വിഭാഗത്തിലേക്ക്, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, ഈ 3 വിഭാഗത്തിലേക്കുമുള്ള സപ്ലിമെന്ററി കോട്ടയിലേക്ക്, അലോട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. പുതിയതായിട്ട് ഓർമ്മിക്കുക, ഇത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. അപ്പോൾ പുതിയ ലോഗിൻ സൃഷ്ടിച്ച, അല്ലെങ്കിൽ നേരത്തെയുള്ള ലോഗിനിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി പുതിയ ഓപ്ഷനുകൾ കൊടുത്തിട്ട് വേണം ഈ അപേക്ഷ സമർപ്പിക്കാൻ. അതിൽ സ്പോർട്സ് കോട്ടയുടെ അപേക്ഷ മാത്രം 7-ാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാം. ബാക്കി എല്ലാ അപേക്ഷകളും അതിനിടയിൽ കൊടുത്ത് പിന്നെ 10-ാം തീയതി പ്രവേശനം പൂർത്തിയാക്കണമെന്നാണ് അപേക്ഷ നിർദ്ദേശിച്ചിട്ടുള്ളത്. 10-ാം തീയതി, ജൂലൈ 10-ന് എല്ലാ തരം അലോട്ട്മെന്റുകളും എക്സെപ്റ്റ് മെറിറ്റ് അലോട്ട്മെന്റിലെ സപ്ലിമെന്ററി ഒഴികെ ബാക്കി എല്ലാ അലോട്ട്മെന്റുകളും ജൂലൈ 10-ന് വൈകുന്നേരം 5 മണി കൊണ്ട് പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമാണ് അവസാനമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഈ സപ്ലിമെന്ററി പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാനേജ്മെന്റ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലും സപ്ലിമെന്ററി ഉണ്ടോ എന്ന കാര്യം അവർക്ക് മാത്രമേ അറിയൂ. ഇത് രണ്ടും ആ സ്കൂളുമായി മാത്രം ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റ് ബാക്കിയുണ്ടോ എന്ന് മാനേജർമാർക്ക് മാത്രമേ അറിയൂ. കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇപ്പോൾ പ്രവേശനം കഴിഞ്ഞു, അവർക്ക് അവിടെ സീറ്റുകൾ ഉണ്ടോ എന്ന് അവർക്കറിയാം. അപ്പോൾ സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ, എന്തായാലും സ്പോർട്സ് കോട്ടയിൽ സീറ്റ് ഒഴിവുണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. കമ്മ്യൂണിറ്റിയിൽ ഒഴിവുണ്ടെങ്കിൽ വേണമെങ്കിൽ അതേ ലിസ്റ്റിൽ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടാവും, ഒരുപാട് അപ്ലിക്കൻസ് ഉണ്ടാവും. മിക്കവാറും കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയിലും സപ്ലിക്കുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും അതിനൊരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. ഈ ജൂലൈ 10-ാം തീയതി കഴിഞ്ഞ് വൈകുന്നേരം 5 മണി കഴിഞ്ഞ് ഈ 3 കോട്ടയിലെയും അപേക്ഷകർ തികയാതെ വന്ന സീറ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ, അതായത് കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, ഈ 3 സീറ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ അത് ജനറൽ മെറിറ്റിലേക്ക് കൊടുത്ത് ആ സപ്ലിമെന്ററി കോട്ട, മെറിറ്റിലെ സപ്ലിമെന്ററി കോട്ട, അത് ജൂലൈ 13-നാണ് ആരംഭിക്കുന്നത്. ആ ജൂലൈ 13-ന്റെ സപ്ലിമെന്ററി കോട്ടയിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് പറയാനുള്ളത്. ഇനി ഇനി ഇത് കഴിഞ്ഞാൽ, ഈ 10-ാം തീയതി കഴിഞ്ഞാൽ സപ്ലിമെന്ററി കോട്ടയാണോ വരിക, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണോ ആദ്യം അപേക്ഷ ക്ഷണിക്കുക, അല്ലെ ട്രാൻസ്ഫറിനുള്ള അപേക്ഷയാണോ ആദ്യം ക്ഷണിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ട്രാൻസ്ഫറുകാർ ഒരുപാടുണ്ട്. ഒരുപാട് കുട്ടികൾ ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികൾ ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സും കിട്ടാത്തവരായിട്ട് നിരവധി കുട്ടികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക്, ഭൂരിപക്ഷം കുട്ടികൾക്കും പ്രവേശനം കിട്ടി, അത് സത്യമാണ്. പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളല്ല, ഇഷ്ടപ്പെട്ട കോഴ്സുമല്ല കിട്ടിയത്. അപ്പോൾ അവർ ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇവരുടെയൊക്കെ അടുത്ത സ്കൂളുകളിൽ, തൊട്ടടുത്ത സ്കൂളിൽ 2-ഉം 3-ഉം ഒഴിവുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. ചിലയിടത്ത് കൂടുതൽ ഒഴിവുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ് ട്രാൻസ്ഫറിന് ഒരു അപേക്ഷ സ്വീകരിക്കുന്നതെങ്കിൽ, ആദ്യമാണ് ട്രാൻസ്ഫറിന് അപേക്ഷ സ്വീകരിക്കുന്നതെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെയും തന്നെ ഇഷ്ടപ്പെട്ട സ്കൂളും കിട്ടും, ഇഷ്ടപ്പെട്ട കോഴ്സും കിട്ടും. അതാണ് സത്യം. പക്ഷേ യഥാർത്ഥത്തിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷയാണ് ആദ്യം വരിക എന്നുള്ളതാണ് സത്യം. ഒരു സംശയവും വേണ്ട. 100%
സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷയാണ് ആദ്യം വരിക. അതിനുശേഷം മാത്രമേ സപ്ലിമെന്ററിയിലെ 2 അലോട്ട്മെന്റുകൾക്ക് ശേഷം മാത്രമേ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ എന്നതാണ് സത്യം. ഞാൻ അതിന് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയുടെ ചുവട്ടിൽ വന്ന ഒരു കുട്ടിയുടെ കമന്റ് ബോക്സിൽ വന്ന കുട്ടിയുടെ ഒരു സംശയം ഞാൻ ഇവിടെ പറയാം. എൻ്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന ഒരു സംശയമാണ്. കുട്ടിക്ക് 9 A+ഉം 1 A ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂളില് കോഴ്സ് കോഡ് 5 ആയിരുന്നു, അതായത് കമ്പ്യൂട്ടർ സയൻസ് സയൻസ്. ആ കോഴ്സ് കോഡ് 5 ആണ് കുട്ടിക്ക് ആഗ്രഹം. ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂളിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവിടെ 3 ഒഴിവുണ്ട്. അത് കുട്ടി അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. 3 ഒഴിവുകൾ ഇപ്പോൾ ആ സ്കൂളിൽ ഉണ്ട്. എന്നാൽ കുട്ടിക്ക് അവിടെ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ പ്രവേശനം കിട്ടിയിട്ടില്ല. പിന്നെ 3 ഒഴിവ് അവിടെ ഉണ്ട് താനും. അപ്പൊ ഇപ്പൊ ട്രാൻസ്ഫർ നടത്തിയാൽ, സപ്ലിമെന്ററിക്ക് മുമ്പായിട്ട് ട്രാൻസ്ഫർ നടത്തിയാൽ എനിക്ക് അവിടെ കിട്ടും. അഥവാ ഇനി സപ്ലിമെന്ററിക്ക് ശേഷമാണ് നടക്കുന്നതെങ്കിൽ ഈ കുട്ടിയേക്കാൾ, അതായത് എന്നേക്കാൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കല്ലേ അവിടെ പ്രവേശനം കിട്ടുക? ഇത് വലിയ ശരിയല്ല, തെറ്റല്ലേ എന്നൊരു ചോദ്യമാണ് ഒരു കുട്ടി ഇന്നലെ എൻ്റെ കമന്റ് ബോക്സിൽ ഉന്നയിച്ചത്. സത്യത്തിൽ ഇത് വലിയൊരു അനോമലി തന്നെയാണ്. ഞാനിത് നിരവധി കുറെ വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കുട്ടി പറഞ്ഞത്. ഇനി അതിന് മറ്റു പല കാരണങ്ങളുണ്ട് എന്നാണ് സംശയം. ആണ് സത്യം. പക്ഷെ കാരണങ്ങൾ കുറെ ഉണ്ടെങ്കിൽ പോലും ഇതിനൊരു പരിഹാരം ഉണ്ടാവേണ്ടതും അത്യാവശ്യമാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് സപ്ലിമെന്ററിക്ക് ശേഷം ട്രാൻസ്ഫർ വെക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ജാതി സംവരണം അട്ടിമറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ജാതി സംവരണം അട്ടിമറിക്കാതിരിക്കാൻ വേണ്ടി. അതായത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. സപ്ലിമെന്ററി വരാനിരിക്കുന്ന സപ്ലിമെന്ററിക്കും ജാതി സംവരണം ഉണ്ട്. അപ്പോൾ ഒരു സ്കൂളില്, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു സ്കൂളില് ആ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ വേക്കൻസി കാണിക്കുന്നത് എങ്ങനെയാ? കോഴ്സ് കോഡ് 1 ഈഴവ തീയ 1 ഒഴിവ്, മുസ്ലിം 1 ഒഴിവ്, വിശ്വകർമ്മ 1 ഒഴിവ്, ജനറല് 5 ഒഴിവ്, ഇങ്ങനെയാ ഒഴിവുകൾ കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ആ സ്കൂളില് പിന്നെ കമ്മ്യൂണിറ്റി റിസർവേഷൻ പ്രകാരം തീയ, മുസ്ലിം, വിശ്വകർമ്മ, ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ്, ആ സീറ്റുകളിലേക്ക് ഒരു കുട്ടിയും കൂടെ അവിടെ ജാതി സംവരണത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഒരു കുട്ടിക്ക് കൂടി അവിടെ പ്രവേശനം കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ജനറൽ മെറിറ്റിൽ ഒരു 5 സീറ്റ് ഒഴിവുണ്ട്. അപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിലേക്ക് പറഞ്ഞ ഒഴിവില് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. തീയ വിഭാഗത്തിലേക്ക് പറഞ്ഞ കുട്ടിക്ക്, ഈഴവ തീയയിൽ നിന്ന് വന്ന ഒഴിവുണ്ട് എന്ന് പറയുന്ന കുട്ടിക്ക് ആ വിഭാഗത്തിൽ നിന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തിൽ നിന്ന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ജനറലിലാണെങ്കിലോ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും കൊടുക്കാം, ഫോർവേഡ് കാസ്റ്റിനും എല്ലാവർക്കും കൊടുക്കാം. എന്നാൽ ഇതാണ്, ഇങ്ങനെ ഒരു ഒഴിവുകൾ കാണിച്ചിട്ടാണ് സപ്ലിമെന്ററി നടത്തുന്നത്. അപ്പോൾ ഓരോ സ്കൂളിലും നമ്മൾ, പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളിൽ, ഇന്ന കമ്മ്യൂണിറ്റികൾക്ക് ഇത്ര സീറ്റുകൾ എന്ന് കൃത്യമായി കണക്കാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കറിയുന്നത് പോലെ തന്നെ SC-ക്ക് 12%, ST-ക്ക് 8%, പിന്നെ ഈഴവ തീയ ബില്ലവയ്ക്ക് 8%, തീയ മുസ്ലിമിന് 7%, അങ്ങനെയാണ് അതിന്റെ പോക്ക്. അങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റികൾക്കും, എസ്പെഷ്യലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് ഗവൺമെന്റ് സ്കൂളുകളിൽ റിസർവേഷൻ ഉണ്ട്. അത് കമ്മ്യൂണിറ്റി കോട്ടയല്ല കേട്ടോ. കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളിൽ മാത്രമേ ഉള്ളൂ. ആ കമ്മ്യൂണിറ്റിയുടെ മാനേജ്മെന്റ് ഏതാണോ, ന്യൂനപക്ഷ പിന്നെ സ്റ്റാറ്റസോ ബാക്ക്വേർഡ് സ്റ്റാറ്റസോ ഉള്ള സ്കൂളിൽ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ടയുള്ളൂ. എന്നാൽ കമ്മ്യൂണിറ്റി റിസർവേഷൻ, ജാതി സംവരണം ഗവൺമെന്റ് സ്കൂളുകളിലുണ്ട്. ആ സംവരണത്തിൽ ഏതെങ്കിലും കുട്ടിക്ക് കുറഞ്ഞാൽ, ഒരു കുട്ടി ഇന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറഞ്ഞാൽ, അത് ഉണ്ടെങ്കിൽ, ആവശ്യക്കാരുണ്ടെങ്കിൽ, അതൊരു വലിയ പോരായ്മയായിട്ട് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ജാതി സംവരണം നിർബന്ധമായിട്ടും പാലിക്കണമെന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒഴിവുകള്, കമ്മ്യൂണിറ്റി ഒഴിവുകൾ അടക്കം കാണിച്ചിട്ടാണ് ട്രാൻസ്ഫർ നടക്കുന്നത്.
എന്നാല് ട്രാൻസ്ഫർ അല്ല, സപ്ലിമെന്ററി നടക്കുന്നത്. എന്നാൽ ട്രാൻസ്ഫറിലാണെങ്കിൽ ഒരു കാസ്റ്റ് റിസർവേഷനും ഇല്ല, ഒരു കമ്മ്യൂണിറ്റിക്കും റിസർവേഷൻ ഇല്ല എന്നുള്ളതാണ് ഈ ട്രാൻസ്ഫറിന്റെ ഒരു പ്രത്യേകത. ഇനി സപ്ലിക്ക് മുമ്പ് ട്രാൻസ്ഫർ നടത്തിയാൽ, സപ്ലിമെന്ററിക്ക് മുമ്പ് ട്രാൻസ്ഫർ നടത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ നോക്കുക, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു സീറ്റ് കിട്ടേണ്ടതായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഒരു ഗവൺമെന്റ് സ്കൂളിൽ ട്രാൻസ്ഫർ ക്ഷണിച്ചു, അല്ലെങ്കിൽ തീയ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു സീറ്റ് അവിടെ കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ക്ഷണിച്ചാൽ വേറൊരു സ്കൂളിൽ നിന്ന് ഒരു മുസ്ലിം കുട്ടിക്ക് മാത്രമേ ഇതിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കുട്ടി വന്ന സ്കൂളിൽ അവിടുന്ന് വേറൊരു മുസ്ലിം കുട്ടിയാണ് അങ്ങോട്ട് വരേണ്ടത്. ഞാൻ ജാതി പറയുന്നല്ല കേട്ടോ, അങ്ങനെ ആരും ചിന്തിച്ചേക്കരുതേ, ഇത് മനസ്സിലാകാൻ വേണ്ടി എക്സാമ്പിൾ പറയുക. ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല, പിന്നെ ഒരു തീയ വിഭാഗത്തിൽപ്പെട്ട കുട്ടിക്കാണ് ഒരു സീറ്റ് ഗവൺമെന്റ് സ്കൂളിൽ കൊടുക്കേണ്ടതെങ്കിൽ വേറൊരു സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ വിഭാഗത്തിൽ വരുന്നത് ആ തീയ വിഭാഗത്തിൽ വരുന്ന കുട്ടി തന്നെ ആവണം. പക്ഷേ അങ്ങനെ ട്രാൻസ്ഫർ കൊടുക്കൽ പ്രായോഗികമായിട്ട് നടക്കാത്ത കാര്യമാണ്. കമ്മ്യൂണിറ്റി വെച്ചുകൊണ്ട് ട്രാൻസ്ഫർ കൊടുക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന കമ്മ്യൂണിറ്റിക്ക് ഇന്ന സ്കൂളിലേക്ക് ട്രാൻസ്ഫർ, വിശ്വകർമ്മ അല്ലെ കുടുംബി സമുദായത്തിന് ഇന്ന സ്കൂളിലേക്ക് ട്രാൻസ്ഫർ, ലാറ്റിൻ കാത്തലിക്കിന് ഈ സ്കൂളിലേക്ക് ഒരു ട്രാൻസ്ഫർ, ഈ വിധത്തിൽ ട്രാൻസ്ഫർ നടക്കാൻ പ്രായോഗികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല പ്രശ്നം. ഈ ഓരോ സ്കൂളിലും വിവിധ സമുദായങ്ങൾക്ക് കിട്ടേണ്ട സംവരണം കിട്ടുകയും വേണം. ഇത്തരത്തിൽ ട്രാൻസ്ഫർ ആദ്യം നടത്തിയാൽ അത്തരത്തിൽ വിവിധ സമുദായങ്ങൾക്ക് കിട്ടേണ്ട സംവരണം കിട്ടാതെ വരും എന്നുള്ളതാണ് സത്യം. എന്നാല് അതാണ് അതിന്റെ യഥാർത്ഥ പ്രശ്നം. ഈ സംവരണ തത്വം അട്ടിമറിക്കപ്പെടും എന്നതുകൊണ്ടാണ് ഈ സപ്ലിമെന്ററിക്ക് ശേഷം ട്രാൻസ്ഫർ നടക്കാനുള്ള കാരണം. എന്നാൽ മറുവശത്ത് സപ്ലിക്ക് ശേഷം ട്രാൻസ്ഫർ നടക്കുമ്പോൾ ട്രാൻസ്ഫറിന് അർഹത നേടിയവരെക്കാൾ കുറഞ്ഞ മാർക്കുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിടത്ത് കിട്ടുന്നു എന്ന ഒരു പ്രശ്നം ട്രാൻസ്ഫർ വേണ്ടവർക്ക് കിട്ടാതെയും വരും. എന്താ പ്രശ്നം? ട്രാൻസ്ഫർ നടക്കും, മറുവശത്ത് സപ്ലിമെന്ററിക്ക് ശേഷം ട്രാൻസ്ഫർ നടക്കുമ്പോൾ എന്താ കുഴപ്പം? ട്രാൻസ്ഫറിന് അർഹത നേടിയവരെക്കാൾ കുറഞ്ഞ മാർക്കുള്ളവർക്ക് അവരിഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടും. ട്രാൻസ്ഫർ വേണ്ടവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടാതെയും വരും. ഇത് വലിയൊരു പ്രശ്നമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്താന്ന് വെച്ചാല്, നമ്മൾ ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മുഖ്യ അലോട്ട്മെന്റിന് അപേക്ഷിക്കാതിരുന്നാൽ മുഖ്യ അലോട്ട്മെന്റിലെ 3 അലോട്ട്മെന്റുകൾക്ക് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്നില്ല ബോധപൂർവം. എന്നതിന് ശേഷം സപ്ലിമെന്ററിക്ക് മാത്രം അപേക്ഷിക്കുന്നു. എങ്കിൽ മാർക്ക് വളരെ കുറഞ്ഞവർക്ക് പോലും ഇഷ്ടപ്പെട്ടെടുത്ത് കിട്ടുന്നു എന്നതാണ് സത്യം. ഇങ്ങനെ ആരും ചെയ്യാൻ തയ്യാറാവില്ല, അത് വേറെ കാര്യം. ആ സാധ്യത ഞാൻ പറഞ്ഞല്ലോ. അതായത് മുഖ്യ അലോട്ട്മെന്റിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നില്ല, അങ്ങനെയുള്ളവർക്ക് സപ്ലിമെന്ററി കൊടുക്കാമല്ലോ. അപ്പോൾ 1, 2, 3 ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, കുട്ടിക്ക് ലേശം മാർക്ക് കുറവാണ്. അതുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തില്ല? ഫസ്റ്റ് അലോട്ട്മെന്റിനും സെക്കൻഡ് അലോട്ട്മെന്റിനും തേർഡ് അലോട്ട്മെന്റിനും വരുന്ന മുഖ്യ അലോട്ട്മെന്റിന് അപേക്ഷ കൊടുത്തില്ല. എന്നതിന് ശേഷം സപ്ലിമെന്ററി വരുമ്പോൾ അപേക്ഷ കൊടുത്തു. അപ്പോൾ ഈ കുട്ടിക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ ഇഷ്ടമുള്ള കോഴ്സ് കിട്ടുമെന്നതാണ് ഒരു സത്യം. എന്നാൽ വളരെ മാർക്ക് കൂടിയവർക്ക് അവർ നേരത്തെ അപേക്ഷ കൊടുത്തു, മുഖ്യ അലോട്ട്മെന്റിൽ വന്ന് തേർഡ് അലോട്ട്മെന്റിലാണ് വന്നത്. പക്ഷെ അവർക്ക് ചേരാതിരിക്കാൻ നിവൃത്തിയില്ല. അവർ മനസ്സോടെ ആ കോഴ്സിൽ ആ സ്കൂളിൽ പോയി ചേരുകയാണ് സത്യം. അപ്പൊ ഇത് വലിയൊരു പോരായ്മയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾ വരാനിരിക്കുക, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ വളരെ കുറഞ്ഞ മാർക്കുകാർക്ക് പോലും സയൻസോ ഏതാണ് അവർക്ക് വേണ്ടത് അത് കിട്ടും എന്നതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇത് ഏകജാലക അഡ്മിഷനിലെ ഏറ്റവും വലിയ പോരായ്മയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ ഇക്കാര്യം ഇതിനു മുന്നേ നേരത്തെ തന്നെ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പ്രശ്നം നമ്മൾ ഈ ഏകജാലക സത്യത്തിൽ വലിയ ഒരു അനാലിസിസ് നടത്തിയ ഒരാളാണ് ഞാൻ. എല്ലാ തരത്തിലുള്ള സാധ്യതകളും പരിശോധിച്ച് അതിന്റെ പോരായ്മകളൊക്കെ എന്നും നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇക്കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷവും ഇതിന് പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആരും തന്നെ ഒരു
ജാതി സംവരണത്തിലൊന്നും തൊട്ട് കളിക്കാൻ തയ്യാറാവുന്നില്ല. അതിനൊരു ബദൽ മാർഗം എന്താണെന്ന് പരിശോധിക്കുന്നുമില്ല എന്നതാണ് സത്യം. അപ്പോ ഞാൻ ഈ പ്രശ്നം ഇവിടെ പറയുക മാത്രമാണ്. ഏകജാലകത്തിലെ പ്രശ്നമാണ്, എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഇതിന് പരിഹാരം ഇല്ല, പറയേണ്ടതല്ല. കാരണം ഇത് ഗവൺമെന്റ് ഡിസിഷനായിട്ട് വരേണ്ടതാണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ചർച്ച ചെയ്ത് തീരുമാനമായിട്ട് വരേണ്ടതാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. എന്തു തന്നെയായാലും ആ പോരായ്മ വലിയൊരു പോരായ്മയാണ്. ആ വലിയ പോരായ്മയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീണ്ടും ഞാൻ പറയുകയാണ്, ട്രാൻസ്ഫർ തന്നെയാണ് ട്രാൻസ്ഫർ ആദ്യം വരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. സപ്ലിമെന്ററിക്ക് ശേഷം മാത്രമേ ട്രാൻസ്ഫർ വരികയുള്ളൂ എന്ന കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നത് ഏകദേശം 30-ാം തീയതി ഒക്കെ കഴിഞ്ഞ്, അതായത് ജൂലൈ 30, ഒരു ജൂലൈ 5-ാം തീയതി വരെയാണ് ഇപ്പോൾ സപ്ലിമെന്ററിയുടെ പ്രോസസ്സ് പറഞ്ഞിരിക്കുക. ഏകദേശം ജൂലൈ 5-ാം തീയതി, ജൂലൈ 6-ാം തീയതിയോട് കൂടി മാത്രമേ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. അപ്പൊ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ക്ലാസ് തുടങ്ങി ഏകദേശം 1 മാസം കഴിഞ്ഞേ ട്രാൻസ്ഫർ ആവുകയുള്ളൂ എന്നതാണ് സത്യം. വേറെ നിവൃത്തിയില്ല. ഈ പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞു പോകണം. സപ്ലിമെന്ററിക്ക് അലോട്ട്മെന്റിന് അപേക്ഷ ക്ഷണിക്കണം, അതിന്റെ വേക്കൻസി കണക്കാക്കണം, അതിന് അപേക്ഷ ക്ഷണിക്കണം, അത് പ്രോസസ്സ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം. 1-ാം അലോട്ട്മെന്റ്, 2-ാം അലോട്ട്മെന്റ് പ്രഖ്യാപിക്കണം, അതിന് പ്രവേശനത്തിനുള്ള സമയം വേണം. സെക്കൻഡിന് അലോട്ട്മെന്റിന് പ്രവേശനത്തിനുള്ള സമയം വേണം. അത് കഴിഞ്ഞ് ഈ വേക്കൻസികൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർ പോകുന്നത്. അവസാനം ട്രാൻസ്ഫറിനുള്ള വേക്കൻസി നമ്മൾ ഓരോ സ്കൂളിലും കാണേണ്ടതുണ്ട്. അതെല്ലാം കണ്ടിട്ടാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. താമസം വരും. 1 മാസത്തോളം താമസം വന്ന് മാത്രമേ ട്രാൻസ്ഫർ നടക്കൂ എന്ന കാര്യവും എല്ലാവരും മനസ്സിൽ വെക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാൻസ്ഫർ ഉണ്ട്, ഞാൻ അടുത്ത ദിവസം പോകും എന്ന് ചിന്തിച്ച് ആരും ഇരിക്കണ്ട. അല്ലെങ്കിൽ ഈ സ്കൂളിലുള്ള എല്ലാവരോടും പറയണേ, ഞാൻ പോകാനുള്ള ആള്, ഞാൻ ഇവിടെ തൽക്കാലം ഒന്ന് വന്നേ ഉള്ളൂ. അതൊക്കെ വെറുതെയാണ്. ഈ ട്രാൻസ്ഫർ ആർക്ക് കിട്ടുമെന്നൊന്നും ഒരുറപ്പുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എവിടെയാണോ പ്രവേശനം കിട്ടിയത്, നമ്മൾ ഏത് കോഴ്സിനാണോ പ്രവേശനം കിട്ടിയത്, അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ട്രാൻസ്ഫർ കിട്ടുമ്പോൾ ട്രാൻസ്ഫർ കിട്ടട്ടെ എന്ന് മാത്രമേ ചിന്തിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ 1 മാസം നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ ആ സ്കൂളിൽ കിട്ടിയ ആള് വിചാരിക്കുകയാണ്, ഒരു കുട്ടി വിചാരിക്കുകയാണ്, ഞാൻ ട്രാൻസ്ഫറിന് കൊടുക്കും, എനിക്ക് ഈ സ്കൂൾ ഇഷ്ടമല്ല, പിന്നെ ഞാൻ അടുത്ത സ്കൂളിൽ ചെന്നിട്ടേ പഠിത്തം തുടങ്ങുന്നുള്ളൂ എന്ന് ചിന്തിച്ചാൽ ആ കുട്ടിക്ക് 1 മാസം നഷ്ടപ്പെടും. അത് ഉണ്ടാവരുത്. ട്രാൻസ്ഫർ വരുന്ന പോലെ വരട്ടെ. നമുക്കൊന്നും ഉറപ്പില്ലാത്ത സാധനമാണ് ട്രാൻസ്ഫർ. അത് ചിലപ്പോൾ ഈ സ്കൂളായിരിക്കും അതിലും നല്ലത്. നമ്മൾ ഈ സ്കൂളുമായിട്ട് 1 മാസം കഴിയുമ്പോൾ അങ്ങ് സ്നേഹത്തിലാവും. അപ്പോൾ അവിടെ ഇരുന്ന് ഇപ്പം എവിടെയാണോ കിട്ടിയത് ആ കുട്ടികൾ അവിടെ ആ വിഷയങ്ങൾ, ആ കോമ്പിനേഷൻസുകൾ നന്നായി പഠിച്ചു തുടങ്ങാൻ വേണ്ടി ഇപ്പോഴേ ശ്രദ്ധിക്കണം. സമയം വിലപ്പെട്ടതാണ്, ദിവസങ്ങൾ കളയരുത് എന്ന് മാത്രമാണ്. ട്രാൻസ്ഫർ വരുമ്പോൾ ഓക്കെ, അത് വരട്ടെ, വന്നാൽ നമുക്ക് അന്നേരം അതിൻ്റെ ബാക്കി നോക്കാം എന്ന് മാത്രമേ കുട്ടികളും രക്ഷിതാക്കളും ചിന്തിക്കാവുള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ രക്ഷിതാക്കൾ കുട്ടികളെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കരുത്. ട്രാൻസ്ഫർ കൊടുക്കാൻ നമുക്ക് ഇവിടെ കിട്ടും, അവിടെ കിട്ടും, ഇവിടെ കിട്ടും എന്നൊന്നും പറഞ്ഞ് കുട്ടികളുടെ മനസ്സ് ശ്രദ്ധ തിരിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും, ഞാൻ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് എന്ന് നിങ്ങളോട് പറയുകയും ട്രാൻസ്ഫർ എങ്ങനെയാണ്, എപ്പോഴാണ് എന്ന് മാത്രം പറയുകയും ചെയ്യുക എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.